നമസ്കാരം. ഇന്നത്തെ ഇതിഹാസ വാചാലയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലവകുശന്മാർ ശ്രീരാമചന്ദ്രൻ്റെയും അദ്ദേഹത്തിൻ്റെ സഭയുടെ മുമ്പിലും രാമായണം ചൊല്ലുകയാണ്. അപ്പോൾ ഇക്ഷ്വാകുവിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. ഇക്ഷ്വാകുവാണ് ഈ വംശം സൃഷ്ടിച്ചത്. ഈ സൂര്യദേവനെ ഭജിച്ചിരുന്നുകൊണ്ട് ഇവരുടെ വംശത്തിനെ സൂര്യവംശം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇക്ഷ്വാകുവിൻ്റെ മകൻ്റെ മകനാണ് ദശരഥ മഹാരാജാവ്. അങ്ങനെ ദശരഥ മഹാരാജാവ് അയോധ്യ വാഴുന്ന കാലം 3 ഭാര്യമാരും അദ്ദേഹവും സുഖമായിട്ട് ജീവിക്കുകയാണ്. ഒരല്ലലും ഇല്ല, അവിടെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പക്ഷെ ദശരഥ മഹാരാജാവിന് ഒരു വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ തനിക്ക് പുത്രന്മാരില്ല. ഇനി ഈ തലമുറ പിന്തുടരണമെങ്കിൽ ഒരു മകനില്ല. 3 ഭാര്യമാരുണ്ട്, എന്നിട്ടും തനിക്ക് മക്കളില്ല, ആൺമക്കളില്ല. ഇനി ആരെൻ്റെ കാലം കഴിഞ്ഞാൽ ആര് രാജ്യം നോക്കും എന്നുള്ള വിഷമത്തിൽ ദശരഥ മഹാരാജാവ് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ സുമന്ത്രനെ വിളിച്ചിട്ട് ദശരഥൻ പറയുകയാണ്, നമുക്കൊരു അശ്വമേധയാഗം നടത്തണം. അപ്പോൾ സുമന്ത്രൻ പറയും, ചെയ്യാം, എന്തിനാണ്? അപ്പോൾ എനിക്കൊരു ആൺകുട്ടി വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അശ്വമേധയാഗം നടത്താമെന്ന് പറയും. അപ്പോൾ സുമന്ത്രൻ പറയും, എനിക്ക് അങ്ങയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ മഹാരാജാവ് പറയാണ്, ശരി പറഞ്ഞോളൂ, എന്താ? പറയും, അങ്ങയുടെ അടുത്ത സുഹൃത്തായ അംഗരാജ്യത്തെ ലോമപാതന് നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പറയണം. ദശരഥൻ പറഞ്ഞോളൂ. എന്താ വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മഹർഷി സനതകുമാരൻ ഒരു 2-3 കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു. എന്താ പ്രവചിച്ചതെന്ന് വെച്ചാൽ, അംഗരാജ്യത്ത് വരൾച്ച വന്ന് കൃഷിനാശം സംഭവിച്ച ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടും, രാജ്യം തന്നെ ഗതിയില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് പ്രവചിച്ചിരുന്നു. അപ്പോൾ അന്ന് സനതകുമാരൻ പറഞ്ഞു, ഋഷ്യശൃംഗൻ, വിഭാണ്ഡകൻ്റെ മകനായ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നാൽ മാത്രമേ അവിടുത്തെ വരൾച്ച മാറുകയുള്ളൂ, അവിടെ മഴ പെയ്യുകയുള്ളൂ എന്ന് പ്രവചിച്ചു. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യവും പറഞ്ഞു, ശാന്ത, ലോമപാതൻ്റെ പുത്രിയായ ശാന്തയെ കൊണ്ട് ഋഷ്യശൃംഗനെ വിവാഹം കഴിപ്പിക്കണമെന്നും അന്ന് സനതകുമാരൻ ഇങ്ങനെ പ്രവചിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് അംഗരാജ്യത്ത് ഈ വരൾച്ച വന്നപ്പോൾ ലോമപാതൻ തൻ്റെ മന്ത്രിമാരും എല്ലാവരും കൂടി തീരുമാനിച്ചു, എന്താ ചെയ്യുക, ഇങ്ങനെ വരൾച്ചയല്ല, ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുകയാണ്, എല്ലാവരും കഷ്ടപ്പെടും, എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമത്തിലിരിക്കുമ്പോഴാണ് ഈ പ്രവചനത്തിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതും. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് പോയി ഋഷ്യശൃംഗനെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ, വിഭാണ്ഡകൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദേഷ്യക്കാരനാണ്. അപ്പോൾ വിഭാണ്ഡകന് ഉർവശിയിലുണ്ടായതാണ് ഋഷ്യശൃംഗൻ. അംഗരാജ്യത്തെ രാജാവായ ലോമപാതൻ തൻ്റെ മന്ത്രിമാരെ കുറച്ച് ദാസിമാരെയൊക്കെ കൂടി വിടുകയാണ് എങ്ങോട്ട്, ഋഷ്യശൃംഗനെ കൊണ്ടുവരാൻ. അപ്പോൾ വിഭാണ്ഡകൻ ഇല്ലാത്ത സമയം നോക്കി അവർ ചെന്ന് ഋഷ്യശൃംഗനായിട്ട് കൂട്ടാവുകയാണ് ഈ സ്ത്രീകൾ. അപ്പോൾ ഋഷ്യശൃംഗന് സ്ത്രീകളെയും അറിയില്ല, കണ്ടിട്ടില്ല, അച്ഛനും മകനും മാത്രമായിട്ട് ഈ കാട്ടിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ കുറച്ച് തവണ പരിചയപ്പെട്ട് കൂട്ടായി കഴിയുമ്പോൾ ഇവർ ഋഷ്യശൃംഗനെ ഇങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്, അംഗരാജ്യത്തേക്ക് കൊണ്ടുവരികയാണ്. കള്ളം പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവിടെ മഴ പെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞ് അദ്ദേഹം ആ യാഗമൊക്കെ നടത്തി കഴിയുമ്പോഴേക്കും അവിടെ മഴ പെയ്തു, ആൾക്കാരുടെ വിഷമങ്ങൾ മാറാൻ തുടങ്ങി. ഈ ദേഷ്യപ്പെട്ട് വരുന്ന വിഭാണ്ഡകൻ ഈ രാജ്യത്തെ സന്തോഷം കാണുമ്പോൾ ശപിക്കാതെ സന്തോഷമായിട്ട് ചെല്ലുമെന്നാണ് പറയുന്നത്. കാരണം ഇവരെ ശപിക്കണം, മകനെ കള്ളം പറഞ്ഞു കൊണ്ടുവന്നതല്ലേ, ശപിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ നാട്ടുകാരുടെ സന്തോഷം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സന്തോഷമായിട്ട് അദ്ദേഹം ചെന്നിട്ട് ശാന്തയും ഋഷ്യശൃംഗനെയും വിവാഹം കഴിപ്പിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ സനതകുമാരൻ ഇത് പ്രവചിച്ചു. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ശാന്ത ദശരഥ രാജാവിൻ്റെയും കൗസല്യയുടെയും മകളാണ്. ദശരഥൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ലോമപാതൻ. അപ്പോൾ ലോമപാതന് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളാവാണ്ടിരുന്നപ്പോൾ ദശരഥൻ പറഞ്ഞു, എനിക്ക് വിവാഹം കഴിച്ച ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞിനെ ഞാൻ നിനക്ക് തന്നോളാം, നിനക്ക് ദത്തെടുക്കാൻ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ലോമപാതൻ ദത്തെടുത്തതാണ് ശാന്തെ. അങ്ങനെ അപ്പോൾ അന്ന് തന്നെ സനതകുമാരൻ അന്ന് ഈ പ്രവചനങ്ങൾ നടത്തിയതിൻ്റെ കൂടെ വേറൊരു പ്രവചനവും നടത്തി. എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് ശേഷം ദശരഥ മഹാരാജാവിന് 4 കേമന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവുന്നു. അപ്പോൾ ആ പുത്രന്മാർ ജനിക്കണം എന്നുണ്ടെങ്കിൽ ഋഷ്യശൃംഗൻ വന്ന് ഈ അശ്വമേധയാഗം നടത്തണം. അശ്വമേധയാഗത്തിന് ഋഷ്യശൃംഗനും കൂടെ ഇരുന്നാൽ മാത്രമേ ഈ പുത്രന്മാരുണ്ടാവുകയുള്ളൂ എന്നന്ന് സനതകുമാരൻ ഇങ്ങനെ പ്രവചിച്ചിരുന്നു. അപ്പോൾ ഇത് സുമന്ത്രൻ ദശരഥ മഹാരാജനോട് പറയാണ്.
ഇത് കേട്ട് കഴിയുമ്പോൾ ദശരഥ മഹാരാജൻ സന്തോഷം. അപ്പോൾ എനിക്ക് പുത്രന്മാരുണ്ടാവും, അപ്പോൾ എനിക്ക് അതിന് എൻ്റെ കൂട്ടുകാരനെ പോയി ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അപ്പം രാജാവ് പോവുകയാണ്. രാജാവും മന്ത്രിമാരും കൂടി അംഗരാജ്യത്തേക്ക് പോയി തൻ്റെ മകളെയും മരുമകനെയും ലോമപാദ രാജാവിൻ്റെ അനുവാദത്തോടെ ഇവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇവർ അശ്വമേധയാഗം തുടങ്ങുകയാണ്. ഋഷ്യശൃംഖനെ ഇരുത്തിയാണ് അശ്വമേധയാഗം തുടങ്ങുന്നത്. ഈ അശ്വമേധയാഗത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുതിര ഇങ്ങനെ വിട്ടേക്കാണ്. കുതിരയുടെ കൂടെ പൂജ കഴിക്കുന്നവരും മന്ത്രിമാരും പടയാളികളും ഒക്കെ കൂടെ ഉണ്ടാവും. ഈ കുതിര ഇങ്ങനെ നാട് തോറും ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാണുന്നവരെല്ലാവരും സന്തോഷത്തോടെ അതിനെ അനുഗ്രഹിച്ച് വിടുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അശ്വമേധയാഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടും ഉണ്ടാകും ഇത് ദശരഥ മഹാരാജാവിൻ്റെ അശ്വമേധയാഗത്തിൻ്റെ കുതിരയാണെന്നുള്ളത് അതിൽ കുതിരയുടെ പുറത്തും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആരും അതിനെ പിടിച്ചു കെട്ടാനൊന്നും നോക്കില്ല. അപ്പോൾ അതങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞപ്പോൾ 1 വർഷം എടുക്കും ഈ അശ്വമേധയാഗത്തിന് ഈ കുതിര പോയി വരണം എന്നുണ്ടെങ്കിൽ. അത്രയും സ്ഥലങ്ങൾ ഈ കുതിര കവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പല കൊട്ടാരത്തിൽ പല പണികൾ നടക്കുന്നു, നാട്ടിൽ പല പണികൾ നടക്കുന്നു. അയോധ്യ മുഴുവൻ അവർ നന്നാക്കി എടുക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്, രാജാവിനും രാജ്ഞിമാർക്കും മന്ത്രിമാർക്കും ഇത് കൂടാതെ നാട്ടുകാർക്കും. കാരണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ദശരഥ മഹാരാജാവിനെയും രാജ്ഞിമാരെയൊക്കെ. അപ്പം അവർക്കും കുമാരന്മാരെ കാണാൻ കാത്തിരിക്കുകയാണ് അവർ. അങ്ങനെ ഈ കുതിര 1 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിയുമ്പോൾ അശ്വമേധയാഗം സമ്പൂർണ്ണമാവുകയാണ്. സമ്പൂർണ്ണമായി കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഇവർ പുത്രകാമേഷ്ടി യാഗവും നടത്തും. ഋഷ്യശൃംഖനും കൂടിയാണ് നടത്തുന്നത്. ആ യാഗം കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും അവസാനം അതിൽ നിന്ന് അഗ്നിദേവൻ വന്ന് ഒരു കുടം പായസം ദശരഥ മഹാരാജാവിന് കൊടുക്കുകയാണ്. രഘുവംശത്തിൻ്റെ അല്ലെങ്കിൽ ഇക്ഷ്വാകു വംശത്തിൻ്റെ ഗുരുവായ വശിഷ്ഠ മഹർഷി പറയാണ് ഈ പായസം 3 ഭാര്യമാർക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കാൻ പറയാണ്. അപ്പം ഇതെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ ബ്രഹ്മാവിൻ്റെ അടുത്ത് എല്ലാ ദേവന്മാരും കൂടി ചെല്ലുകയാണ്. എന്നിട്ട് പറയാം, രാവണൻ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇവർക്ക് ദേവന്മാർക്കൊക്കെ, അപ്പോൾ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയാണ്. അപ്പം ഇത് പറയുമ്പോൾ തന്നെ ഇവരുടെ മുമ്പിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയാണ്. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് പറയും, ഞാൻ ഭൂലോകത്തിൽ ജനിക്കാൻ പോവുകയാണ് ശ്രീരാമനായിട്ട്, ദശരഥൻ്റെ പുത്രനായിട്ട്. അപ്പം നിങ്ങൾ പേടിക്കണ്ട, രാവണൻ്റെ ശല്യം ഇനി അധിക നാൾ ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ഭഗവാൻ ദശരഥനെ ജനിക്കുന്നുള്ള വാക്ക് കൊടുത്തിട്ട് ഭഗവാൻ പോവുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് എല്ലാ ദേവന്മാരെയും നാഗങ്ങളെയും യക്ഷന്മാരെയും എല്ലാ കഴിവുള്ള ഋഷിമാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് പറയുകയാണ്, ശ്രീരാമൻ ഇപ്പോൾ ഭൂമിയിൽ ജനിച്ചു ശ്രീരാമന് സഹായമായിട്ട് അതായത് രാവണനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ സഹായമായിട്ടൊരു വാനരം പട വേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വാനരന്മാരെ നിങ്ങൾ തന്നെ സൃഷ്ടിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് പറയാണ്, ജാംബവാനെ ഞാൻ സൃഷ്ടിച്ചു, എൻ്റെ തുമ്മലിൽ നിന്നാണ് ജാംബവാൻ ഉണ്ടായത്. അപ്പോൾ കരടികളുടെ രാജാവാണ് ജാംബവാൻ. അപ്പം ജാംബവാൻ അവിടെ സഹായത്തിനുണ്ടാവും, ബാക്കി വാനരന്മാരെ നിങ്ങൾ സൃഷ്ടിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ദേവന്മാരും ദേവതകളും ഒക്കെ സൃഷ്ടിക്കുന്നതാണ് ബാലി, സുഗ്രീവൻ, ഹനുമാൻ, താര, നളൻ, നീലൻ എന്നൊക്കെ പറഞ്ഞ വാനരന്മാരെ. ഇന്ദ്രൻ്റെ പുത്രനാണ് ബാലി, സൂര്യദേവൻ്റെ പുത്രനാണ് സുഗ്രീവൻ. ഋക്ഷരജ എന്ന് പറഞ്ഞ ഒരു വാനരുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ദിവസം ഒരു നദിയിൽ കുളിക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീയായി മാറും, അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇന്ദ്രദേവനും സൂര്യദേവനും വല്ലാത്ത താല്പര്യം തോന്നുകയാണ് ഈ സ്ത്രീയോട്. അങ്ങനെ ഇന്ദ്രദേവൻ ഈ സ്ത്രീയിൽ ഉണ്ടാവുന്നതാണ് ബാലി, സൂര്യദേവൻ ഈ സ്ത്രീയിൽ ഉണ്ടാവുന്നതാണ് സുഗ്രീവൻ. ഈ 2 പേരെയും പ്രസവിച്ചു കഴിഞ്ഞ് ഈ ഋഷരജ വീണ്ടും പഴയ രൂപമാവുകയാണ്, പഴയ വാനര രൂപമാവുകയാണ്. അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നടന്നത് എന്താ വെച്ചാൽ, ഈ പായസം അഗ്നിദേവൻ ദശരഥന് കൊടുത്തു കഴിയുമ്പോൾ ഇതിന് ഇത്തിരി മോഷ്ടിച്ചുകൊണ്ട് ഒരു പക്ഷി പറന്നുപോയി എന്നാണ് പറയുന്നത്. ഈ പക്ഷിയുടെ കയ്യിൽ നിന്ന് നേരെ താഴേക്ക് വീഴുമ്പോൾ വായുദേവൻ്റെ സഹായത്തോടെ ഇതെന്ന് അഞ്ജനയുടെ കയ്യിലാണ് വീഴുന്നത്. അങ്ങനെ അഞ്ജനയും കേസരിയും ഇത് ഭക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് വായുദേവനോട്, അങ്ങേപോലെ മിടുക്കനായിട്ടൊരു പുത്രൻ ഞങ്ങൾക്ക് ഉണ്ടാവണേന്ന്. അങ്ങനെയാണ് ഹനുമാൻ ജനിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹനുമാനെ വായുവിൻ്റെ പുത്രനും കൂടി പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വായുദേവൻ കാരണമാണ് ഇതിവർക്ക് കിട്ടിയത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹനുമാൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശിവഭഗവാന്റെ അവതാരമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഓരോ വാനരന്മാരും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാഗം ഇത്രയും നന്നായിട്ട്, പുത്രകാമേഷ്ടിയും അശ്വമേധയാഗവും ഇത്രയും നന്നായിട്ട് നടത്തി കഴിഞ്ഞപ്പോഴേക്കും ദശരഥന് വല്ലാത്ത സന്തോഷമായി.
അപ്പോൾ നാട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടംപോലെയാണ് സമ്മാനങ്ങൾ ദശരഥൻ കൊടുത്തത്. വന്ന ഋഷിമാർക്കും വേറെ രാജ്യത്ത് നിന്ന് വന്ന രാജാക്കന്മാർക്കും ഒക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ യാഗത്തിന് 4 മഹർഷിമാരാണ്, 4 പൂജാരികളാണ് ഏറ്റവും കൂടുതൽ കാർമ്മികത്വം വരിച്ചത്. അപ്പോൾ അവരാരൊക്കെയാണെന്ന് വെച്ചാൽ ബ്രഹ്മ, ഹോട്ടൻ, അദ്വാര്യു, ഉദ്ഗത എന്ന് പറഞ്ഞ 4 പേരാണ്. അപ്പം ഇവർക്ക് 4 പേർക്കും അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഭൂമി തന്നെ നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇത് ഭൂമി ഭരിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പം ദശരഥൻ സന്തോഷത്തോടെ 1,00,000 പശുക്കൾ, 1,000 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ, 4,000 ലക്ഷം വെള്ളി നാണയങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ യാഗത്തിന് വന്ന എല്ലാവർക്കും കൈനിറ സാധനങ്ങൾ കൊടുക്കുകയാണ് ദശരഥൻ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. എന്നിട്ട് ദശരഥൻ ഈ പായസം കൊണ്ടുവന്ന് ഭാര്യമാർക്ക് കൊടുക്കുകയാണ്, രാജ്ഞിമാർക്ക് കൊടുക്കുകയാണ്. ആദ്യത്തെ കുറച്ച് കൗസല്യയ്ക്ക് കൊടുക്കും, പിന്നെ കുറച്ച് കൈകേയിക്ക് കൊടുക്കും. സുമിത്രയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഈ പായസം തീർന്നു. അപ്പോൾ കൗസല്യ തൻ്റെ പാതി സുമിത്രയ്ക്കും കൊടുക്കും, കൈകേയും തൻ്റെ പാതി സുമിത്രയ്ക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ അവരത് ഭക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞ് 12 മാസം കഴിയുമ്പോൾ ഇവർക്ക് കുട്ടികൾ ജനിക്കുകയാണ്. കൗസല്യയ്ക്ക് ഒരു ആൺകുട്ടി, കൈകേയിക്ക് ഒരു ആൺകുട്ടി, സുമിത്രയ്ക്ക് 2 ആൺകുട്ടികളും ജനിക്കുകയാണ്. അപ്പോൾ വസിഷ്ഠനാണ് ഇവർക്കൊക്കെ പേരിടുന്നത്. അപ്പോൾ കൗസല്യയുടെ പുത്രന് രാമനും, കൈകേയിയുടെ പുത്രന് ഭരതനും, സുമിത്രയുടെ കുഞ്ഞുങ്ങൾക്ക് ശത്രുഘ്നെന്നും ലക്ഷ്മണനും പേരിടുകയാണ് വസിഷ്ഠൻ. അങ്ങനെ ഇവർ ഒരുമിച്ച് വളരുകയാണ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് സന്തോഷമായി, രാജ്ഞിമാർക്കും സന്തോഷമായി, എല്ലാവർക്കും കോസലരാജ്യത്തെ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പം ഇവർ 4 പേരും വല്ലാത്ത അടുപ്പമാണ് തമ്മിൽ. എപ്പോഴും എല്ലാത്തിനും ഒരുമിച്ചായിരിക്കും. അതിൽ ശ്രീരാമനും ലക്ഷ്മണനും കുറച്ച് അടുപ്പം കൂടുതലാണ്, ശത്രുഘ്നും ഭരതനും കുറച്ച് അടുപ്പം കൂടുതലാണ്. പക്ഷെ ഇവർ 4 പേരും തമ്മിൽ വല്ലാത്ത സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും. ശ്രീരാമന് ഒരു 1-2 വയസ്സുള്ളപ്പോൾ കൗസല്യ പാട്ടുപാടി ഉറക്കുകയാണ്. ഉറക്കിക്കഴിഞ്ഞ് തൊട്ടിൽ കിടത്തിയിട്ട് കൗസല്യ എണീറ്റ് പോരുകയാണ്. എണീറ്റ് പോകുന്നു വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ശ്രീരാമൻ മധുരമുള്ള പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കണം. കൊച്ചു കുഞ്ഞാണ്, 1-2 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ കൗസല്യ ഞെട്ടി വേഗം ഓടിച്ചെന്ന് തൊട്ടിൽ നോക്കുമ്പോൾ അവിടെ ഇരിക്കണം. അപ്പം എങ്ങനെയാ ഒരു സമയത്ത് 2 ശ്രീരാമന്മാരെങ്ങനെയാ? അപ്പോൾ ഓടി വന്ന് തിരിച്ച് ഇവിടെ ഈ മധുരം കഴിക്കുന്ന ശ്രീരാമൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്, അമ്മയല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ കൗസല്യയ്ക്ക് ആകെ പേടിയാവും, വല്ലാണ്ട് ഭയമാവും കൗസല്യയ്ക്ക്. അപ്പോൾ കൗസല്യ എന്നിട്ട് തൊഴുത് മുമ്പിൽ വീണ് പറയുകയാണ്, നീ എന്തൊക്കെയായാലും എൻ്റെ കുഞ്ഞാണ്, എനിക്ക് നിൻ്റെ ഇതൊന്നും എനിക്ക് കാണണ്ട, ഇങ്ങനത്തെ ഈ രൂപമൊന്നും എനിക്ക് അറിയണ്ട, അപ്പോൾ നീ എന്തായാലും ഇത് എൻ്റെ ഓർമ്മയിൽ നിന്ന് മാച്ച് കളയാൻ പറയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിഹാസവാചാരയുടെ എപ്പിസോഡ് ഇന്നിവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.